വയനാട് പുനർനിർമ്മാണത്തിന് കേന്ദ്ര സഹായം 260.56 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. 2221 കോടി രൂപ ആവശ്യപ്പെട്ട കേരളത്തിനാണ് ഈ തുക നൽകിയത്. 1960 കോടി രൂപയുടെ കുറവ്. അസമിന് 1270 കോടിയാണ് നൽകിയത്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, കേരളത്തിൽ സമാനതകളില്ലാത്ത നഷ്ടമാണ് ആ ദുരന്തത്തിലുണ്ടായത്. ആ സാഹചര്യത്തിലാണ് 2000-ലധികം കോടി രൂപ കേരളം ചോദിച്ചിരുന്നത്. 2221 കോടിയാണ് ചോദിച്ചത്. അതിന് പകരമാണ് ഈ തുച്ഛമായ തുക 1960 കോടി രൂപ കുറച്ച് നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ഉത്തരവിൽ എന്താണ് പറയുന്നത്? ശ്രീജ, മുണ്ടകൈ ചൂരൽമര ദുരന്തത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായമായി വന്നിരിക്കുന്നത്. ഇത് ഒരു ഉന്നതതല സമിതിയുടെ തീരുമാനമാണ്. അവർ നടത്തിയ പ്രഖ്യാപനമാണ്. അമിത്ഷായാണ് അതിന് അധ്യക്ഷം വഹിക്കുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് 260 കോടി രൂപ എന്ന നിലയ്ക്കാണ് കേന്ദ്രത്തിൻ്റെ ഒരു സഹായം വന്നിട്ടുള്ളത്. നേരത്തെ ഒരു സഹായം വന്നിരുന്നു. 529 കോടി രൂപയാണ് നേരത്തെ കേന്ദ്ര സർക്കാർ ഒരു ധനസഹായമായി സംസ്ഥാനത്തിന് പ്രഖ്യാപിച്ചത്. പക്ഷേ അത് വായ്പയായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഒരു ഗ്രാൻഡായല്ല ആ തുക നൽകിയത്. അതിൽ തന്നെ അന്ന് വലിയ വിമർശനം ഉയർന്നിരുന്നു. ആകെയുള്ള ഒരു കാര്യം അതിന് പലിശ ഇല്ല എന്നതാണ്. മാത്രമല്ല 50 വർഷത്തെ കാലാവധിയുണ്ട് തിരിച്ചടവിന്. പക്ഷേ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ അത് ചെലവഴിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഈ പണം നൽകിയതിൻ്റെ കൂടെ കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നു. സംസ്ഥാനത്തെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളിയുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി 2 സ്റ്റേറ്റുകളിലായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുനരധിവാസം, മറ്റ് പാലങ്ങൾ, റോഡുകൾ, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നത് എളുപ്പമല്ല. നിർമ്മാണം അല്ല, അതിന് മുൻപുള്ള നടപടിക്രമങ്ങൾ പോലും പൂർണ്ണമായും ചെയ്യാൻ കഴിയാത്തൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ആ സാഹചര്യം നേരിടുന്ന ഒരു നിലയുണ്ടായി. ഇപ്പോൾ ഏതാണ്ട് 9ഓളം സംസ്ഥാനങ്ങൾക്കാണ് ഇത് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിനുള്ള സഹായം നൽകിയിട്ടുള്ളത്. അതിൽ അസം, ബീഹാർ, കേരളം, ഒറീസ, ആന്ധ്രാപ്രദേശ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളുണ്ട്. അതിലാണ് കേരളവും ഉൾപ്പെട്ടിരിക്കുന്നത്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനം ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടത് 2000-ലധികം കോടി രൂപയാണ്. പക്ഷേ ഇപ്പോഴും 2 ഘട്ടങ്ങളിലുള്ള പ്രഖ്യാപനമായിട്ട് പോലും അങ്ങനെ ഒരു തുകയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. സംസ്ഥാനം ആവശ്യപ്പെടുന്നത് കേന്ദ്രം നൽകില്ല എന്നതുകൂടി വ്യക്തമാണ്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. പല കാര്യങ്ങളിലും വലിയ തുകകൾ ചോദിക്കുമെങ്കിലും കേന്ദ്രം അവർക്ക് താല്പര്യമുള്ള ഒരു തുക മാത്രമായിരിക്കും സംസ്ഥാനത്തിന് നൽകുക. എല്ലാ സംസ്ഥാനങ്ങളോടും അങ്ങനെയാണ്. പക്ഷേ കേരളത്തോട് ഒരു പ്രത്യേക വിവേചനമുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ തുടർച്ചയായി പറയുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. ഒരു കാര്യം കൂടിയുള്ളത്, ഏതാണ്ട് 11 നഗരങ്ങൾ, ആ നഗരങ്ങൾക്ക് ഈ മഴക്കാലത്തുണ്ടാകുന്ന മഴയിലുണ്ടാകുന്ന ദുരന്തം അത് മറികടക്കുന്നതിന് വേണ്ടി 2444 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് പ്രത്യേകതയായി പറയാനുള്ളത്. രാജ്യത്ത് ആകെ 11 നഗരങ്ങൾക്കാണ് ഈ 2444 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. അതിൽ ഒരു നഗരമായി തിരുവനന്തപുരം മാറിയിരിക്കുന്നു എന്നതുകൂടി കാണണം. ശ്രീജ. ശരി.